up then welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടെന്നുള്ള ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഇൻസ്പയർഡ് ലുക്ക് അല്ല, ട്രൈക്കലർ ഫ്ലാഗിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ആ സാഫ്രോൺ റെഡിൻ്റെയും ഗ്രീൻ്റെയും ആ ഒരു കോൺട്രാസ്റ്റ് വെച്ച് ഒരു ഐ ഷാഡോ ലുക്കാണ്. ആൻഡ് ഒരു ഡിസ്ക്ലൈമർ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്ലാഗിന് കൊടുക്കാനുള്ള എല്ലാ റെസ്പെക്റ്റും ബഹുമതികളും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലല്ല. എനിക്കറിയാം ഈ വീഡിയോയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചിലപ്പം എൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചതാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഫ്ലാഗിൻ്റെ കളർ വെച്ച് കളിക്കാൻ പറയുന്നത് വെച്ചൊരു റിസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു ആർട്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്യും എന്ന് അങ്ങനെ ഒന്നും ഞാൻ വേറെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ 2 ഐ ലുക്കാണ് ചെയ്യണത്. എന്നാലും അറിയാലോ, ഫ്ലാഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാ വലിയ ആൾക്കാർ തൊട്ട് കുഞ്ഞു ആൾക്കാർ വരെ ബഹുമാനിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം ഞാൻ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ എൻ്റെ അറിവില്ലായ്മയായി നിങ്ങൾ കണക്കാക്കണം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ നമ്മളുടെ എന്താണ് ബേസ് മേക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ ഐ ഷാഡോസിന് ആദ്യത്തിൻ്റെ ഞാനൊരു നല്ലൊരു ബ്രൗൺ ലൈറ്റിൽ ഓറഞ്ച് നല്ലതായിട്ട് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യണ്ട. അപ്പോൾ ബേസ് നന്നായി എന്തിനാ വെച്ചാൽ, അപ്പം മേലെ ഇതിൻ്റെ മേലോട്ട് ഇടുന്ന കളേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ സാഫ്രോൺ റെഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കാണും. അതിന് ശേഷം ഞാൻ സാഫ്രോൺ നമ്മുടെ ക്രീസിൻ്റെ മുൾഭാഗത്തേക്ക് കൂടെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് 2 and 4 ചെയ്യുന്നുണ്ട്. കാരണം അത് പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട് ക്യാമറയിൽ. അപ്പം പാക്ക് ചെയ്യണം, 2 and 4 ചെയ്യണം, പാക്ക് ചെയ്യണം, വീണ്ടും 2 and 4. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ പ്രശ്നം നല്ല തിക്കായിട്ട് ഭയങ്കര ഡസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്തിട്ട് സർക്കുലർ മോഷന് 2 and 4 ചെയ്തിട്ട് നന്നായിട്ട് ഇത് സ്മൂത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും. അതേ പ്രോസസ്സ് ഞാൻ അണ്ടർ ഐസിലോട്ട് ഒരു 2/3 വരെ അപ്ലൈ ചെയ്തു. 2/3 വരെ അപ്ലൈ ചെയ്യുന്നതും കൂടാതെ അതിന് താഴോട്ടേക്ക് നന്നായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെഡ് വെച്ചിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു റെഡിൻ്റെ പരിപാടികൾ. അതിനുശേഷം ഞാൻ നല്ലൊരു ഹൈലൈറ്റർ എടുത്തിട്ട് കൺസീലർ അല്ല, ഹൈലൈറ്റർ ആണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ ഒരു 2/3 വരെ ചെയ്തു. കട്ട് ക്രീസ് ചെയ്യണം, അത് 2/3 വരെ ചെയ്തിട്ട് ആഷ് ലൈൻസ് ഒന്നും ഇല്ലാത്ത ഇത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റർ ആകുമ്പം കുറച്ചും കൂടെ വലുതായി കാണും. ഞാൻ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ മെത്തേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. പൊതുവേ ഇങ്ങനെ ആരും കൺസീലർ വെച്ച് ഹൈലൈറ്റർ വെച്ച് കട്ട് ക്രീസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സംഭവം. അപ്പോൾ നമുക്കിനി ഐലൈനർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഐലൈനർ അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഐ ഷാഡോ ആണ്. അപ്പം ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഐലൈനർ എഴുതുന്ന ഭാഗത്തൊക്കെ ഒരു വിങ് ലൈനിൻ്റെ പോലെ നന്നായിട്ട് ചെയ്തു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ലൈൻ വരരുത് ഒരിക്കലും. അതായത് നമ്മൾ ഐലൈനർ എഴുതണവർ അത്ര തിക്ക് ലൈൻ വരരുത്. അതിന് ശേഷം ഞാൻ ക്രീസ് ബോർഡറും ചെയ്തു. ഒരു ഡബിൾ വിങ് പോലെ ആ ഭാഗത്തുനിന്നൊരു ഈ ചെയ്യുന്ന പോർഷനില്ലേ, ക്രീസ് ബോർഡറും ചെയ്തു. അത് അധികം ഡാർക്ക് ആക്കിയിട്ടില്ല, ഭയങ്കര വളരെ നേർത്തതായിട്ട് കട്ട് ക്രീസ് ഒന്ന് വേറെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം അങ്ങനെ ഒരു ആഷ് ലൈൻസ് ഒന്നും വരരുത്. അതിനുശേഷം ഞാൻ മസ്കാര അപ്ലൈ ചെയ്തു. അപ്പർ ലാഷസിലും ചെയ്തു, ലോവർ ലാഷസിലും ചെയ്തു. അപ്പോൾ അത്രയാണ് ഒരു ഡീറ്റെയിൽഡായിട്ട്. ഈ ഒരു അധികം ഇല്ല, സിമ്പിളാണ്, ബട്ട് അങ്ങനെ ഒരു കാഷ്വൽ വേഴ്സ് ഒന്നുമല്ല. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ നമ്മുടെ ഫോൾസ് ലാഷിന് വെച്ച് അത് ടെയിലിൽ മാത്രം ഒരു കുഞ്ഞ് പീസ് എടുത്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരു ഐ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടാ. ഇതേ സെയിം സംഭവം തന്നെ റിവേഴ്സ് ആയിട്ട് ഞാൻ ഗ്രീൻ വെച്ച് ലെഫ്റ്റ് ഐൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡ് ഐ ഫിനിഷ് ചെയ്തു. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ ലാഷസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾ ടോട്ടൽ ഫിനിഷ് ലുക്ക്. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ ബ്രാൻഡ് ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫൈ ചെയ്ത് കിട്ടും. അപ്പോൾ സീ യു മൈ നെക്സ്റ്റ് വീഡിയോ.